സഫലമാകുന്ന പ്രാർത്ഥനകൾ. നിങ്ങളുടെ മനസ്സിലെയും ഉപബോധ മനസ്സിലെയും ആശയങ്ങളും ആഗ്രഹങ്ങളും ഒന്നാകുമ്പോഴാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക. നിങ്ങളുടെ ആശയവും വികാരവും തമ്മിൽ, ആഗ്രഹവും ഭാവനയും തമ്മിൽ പൂർണ്ണമായ പൊരുത്തം ഉണ്ടാവണം. അവ തമ്മിൽ യോജിപ്പില്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അത് പതുക്കെയാകും. പ്രാർത്ഥനയുടെ മനഃശാസ്ത്രം ഇതുതന്നെയാണ്. എൻ്റെ പ്രാർത്ഥനകൾ അവിടുന്ന് ചെവികൊള്ളണമേ, എൻ്റെ അർച്ചനയിൽ തൃപ്തനാവണമേ എന്ന പ്രാർത്ഥന മനസ്സ് ഉപബോധ മനസ്സിനോട് ചെയ്യുന്ന അപേക്ഷയാണ്. അത് അംഗീകരിക്കപ്പെടുമ്പോൾ പ്രാർത്ഥന സഫലമാകുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് പ്രാർത്ഥന ഫലിക്കുമെന്ന് മതഗ്രന്ഥങ്ങൾ പറയുന്നു. മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിപ്പുവിൻ കിട്ടും എന്നത് ഉറച്ച വിശ്വാസത്തിൻ്റെ ശബ്ദമാണ്. വിശ്വസിക്കുക എന്നാൽ പ്രാർത്ഥന സഫലമായ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുക എന്നതാണ്. വിശ്വാസിയുടെ അനുഗ്രഹം കൊണ്ട് രോഗവിമുക്തരാക്കിയ കഥകൾ, ഭക്തരുടെ ഇഷ്ടവരം ലഭിച്ച കഥകൾ എന്നിവയുടെയൊക്കെ പൊരുളാണിത്. നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അനന്തമായ ശക്തിയോട് വിശ്വാസത്തോടെ അപേക്ഷിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവ ധരിപ്പിക്കുക. അത് സംഭവിച്ചിരിക്കും. അതായത് വിജയത്തിൻ്റെ താക്കോൽ മറ്റെവിടെയുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് സദാ ഉണർന്നിരിക്കുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനോട് ആശയങ്ങൾ കൈമാറുള്ള ഏറ്റവും യോജിച്ച സമയം ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഉണർന്ന് എഴുന്നേറ്റ ഉടനെയാണ്. ആ സമയത്ത് മിക്കവരും പ്രാർത്ഥനയുടെ ഉപയോഗിക്കുകയും ഇവ രണ്ടു സമയത്തും ബോധ മനസ്സ് വിപരീത ചിന്തകളായ തെറ്റായ വിചാരങ്ങൾ ഉണ്ടാക്കുകയില്ല എന്നുള്ളതാണ്. അതുവരെ മനസ്സ് ഉറക്കത്തിൽ ആയിരുന്നുവല്ലോ. ആ സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ തെളിഞ്ഞ പ്രതലത്തിൽ നിങ്ങളുടെ ആശയങ്ങൾ എഴുതി പിടിപ്പിക്കൂ. അത് ഉപബോധ മനസ്സിൽ എത്തുക തന്നെ ചെയ്യും. ഉറങ്ങാൻ പോകുമ്പോൾ ശക്തമായ മനസ്സോടെ മന്ത്രിക്കും: ഞാൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു, വിജയം എനിക്കുറപ്പാണ്, ഞാൻ വിജയിച്ചവനും ആഹ്ലാദവനുമാണ്, എൻ്റെ ലക്ഷ്യം അരികെ, എനിക്ക് മുന്നിൽ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. ഇത് പതിവായി ആവർത്തിക്കുക. വിജയം നിങ്ങളെ തേടിയെത്തിയും ഉറപ്പ്.